നമസ്കാരം. അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ കരുത്ത് വീണ്ടും തെളിയുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ UAE നിർണായകമായ നടത്തുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് തീർ എന്ന അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനവും UAE പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസ് കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച ആകാശ് തീർ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ്. എന്തുകൊണ്ടാണ് UAE ഇന്ത്യയെ സമീപിക്കുന്നത്? മധ്യേഷ്യയിലെ സമീപകാല യുദ്ധങ്ങൾക്കിടയിൽ ഇറാനിൽ നിന്നടക്കം ഉണ്ടായ ആക്രമണങ്ങൾ UAEയുടെ സുരക്ഷാ മുൻഗണനകളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള സഖ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് UAEക്ക് കൂടുതൽ തന്ത്രപരമായ സ്വാതന്ത്ര്യം നൽകും. ഈ കരാറിൽ ഒരു പ്രധാന കാര്യമുണ്ട്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും ചേർന്നാണ് വികസിപ്പിച്ചത് എന്നതുകൊണ്ട് ഈ മിസൈൽ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ റഷ്യയുടെ അനുമതി കൂടി ആവശ്യമാണ്. എന്നാൽ റഷ്യയും UAEയും തമ്മിലുള്ള അടുത്ത സൗഹൃദ ബന്ധം പരിഗണിച്ചാൽ ഈ കരാറിന് റഷ്യയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2047 ലോകത്തെ ഏറ്റവും വലിയ 3 പ്രതിരോധ കയറ്റുമതിക്കാരുടെ പട്ടികയിൽ ഇടം പിടിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും ഇന്ത്യ ചർച്ചകൾ തുടരുന്നുണ്ട്. UAEയുമായുള്ള ഈ ചർച്ചകൾ വിജയകരമായാൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ വളർച്ചയിൽ അതൊരു പുതിയ നാഴികക്കല്ലായി മാറും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.